വീണ്ടും ഒരു പെഹൽഗാം അറ്റാക്കിന് സാധ്യതകളുണ്ടോ? വീണ്ടും ഒരു പഹൽഗാം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഒരിക്കലും അത് സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഉണങ്ങാത്ത മുറിവുണ്ടാക്കും, വലിയ വേദന ഉണ്ടാക്കും, നമുക്ക് ദുഃഖം ഉണ്ടാക്കും. നമുക്ക് മലയാളികളടക്കം ആ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞതാണ്. പക്ഷേ നമ്മൾ ജാഗ്രത പാലിക്കണം, സദാ ജാഗ്രത പാലിച്ചിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പഹൽഗാം ആക്രമണം കശ്മീരിൽ ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസം മുൻപ് തന്നെ അതിൻ്റെ ചില സൂചനകൾ, അതായത് പഹൽഗാം എന്നല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ചില നടപടികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഡ്രോണുകളുടെ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഭീകരരാണ് നുഴഞ്ഞു കയറുന്നത്, അവർ അവിടുന്ന് വരുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളുടെ നുഴഞ്ഞുകയറ്റമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രോണുകൾ നുഴഞ്ഞു കയറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നിരീക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ആയുധങ്ങൾ എത്തിക്കുക, മയക്കുമരുന്ന്, പണം, ഇത്തരം സാധനങ്ങൾ അതിർത്തിക്കിപ്പുറത്തേക്ക് കാശ്മീരികളിലേക്ക് എത്തിക്കുക. അവർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കും, ഇന്ന മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തോക്കും ഈ പറയുന്ന മയക്കുമരുന്നും പണവും ഒക്കെ ഞങ്ങൾ ഡ്രോണിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, അതൊന്ന് എടുത്തോണം എന്നവർ നിർദ്ദേശം കൊടുക്കും. അപ്പോൾ ഈ ഡ്രോൺ പറന്ന് വരുന്ന വഴിക്കായിരിക്കും മിക്കവാറും സൈന്യം ഇതിനെ കണ്ടെത്തുകയും വെടിവെച്ചിടുകയും ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നൗഷേര സെക്ടറിൽ വലിയ ഡ്രോണുകൾ വന്നു. വലിയ തോതിലുള്ള ഡ്രോണുകൾ, 5-6 ഡ്രോണുകളാണ് ഒറ്റ ദിവസം തന്നെ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രോൺ നുഴഞ്ഞുകയറ്റം നിരന്തരമായി കശ്മീരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിനെ വെടിവെച്ചിടുന്നുണ്ട്. ഇന്ത്യൻ ആർമി മെഷീൻ ഗൺ ഉപയോഗിച്ചാണ് അതിനെ വെടിവെച്ചിട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിന് മുൻപ് ആകാശത്ത് ഇതുപോലെ ഡ്രോണുകൾ പൊട്ടി വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ഡ്രോണുകൾ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറ്റെന്തെങ്കിലും, ചിലപ്പോൾ ശ്രദ്ധ തിരിക്കാനാണോ, മറ്റേതെങ്കിലും നീക്കത്തിന് വേണ്ടിയിട്ടാണോ, ഇല്ലെങ്കിൽ തോക്കുകൾ, ആയുധങ്ങളൊക്കെ കണ്ടാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഡ്രോണുകൾ എന്തായിരുന്നു ഡ്രോണിലെന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദാംശങ്ങളോ എന്ത് തരം ഡ്രോണുകളാണെന്നുള്ളതൊന്നും സൈന്യം വെളിയിൽ വിട്ടിട്ടില്ല. പക്ഷേ വന്ന ഡ്രോണുകളെ കണ്ടെത്തുകയും അതിനെ വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ചയും ഇതുപോലെ തന്നെ ഡ്രോണുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ്. 5 ഡ്രോണുകളോളം ഇന്ത്യക്കകത്തേക്ക് കടന്നു വരികയും ഇന്ത്യ അതിനെ പിടികൂടുകയും ചെയ്തു. വെടിവെച്ചിടുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ചില മേഖലകളിൽ വന്ന് ഈ പറയുന്ന പണം നിക്ഷേപിക്കുക, പണം, ആയുധം, വെടിയുണ്ടകൾ നിറച്ച മാഗസിൻ, ഇതൊക്കെ കൊണ്ടുവന്ന് ഇടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിന്ന് ജാഗ്രത പാലിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രോണുകൾ വരുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നിരീക്ഷിക്കും, ഏത് മേഖലയിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇത് എവിടെ നിന്ന് വന്നു, ആരയച്ചത്, ഇല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നത്, ഒരു പൊതു സ്വഭാവം ഈ പറയുന്ന ഡ്രോണുകൾ അയക്കുന്നതിൽ ഉണ്ടാകും. അതിനെ വെച്ചിട്ട് എന്ത് ഉദ്ദേശത്തിലാണ് അയച്ചിരിക്കുന്നത്, ആരാണ്, ഏത് സംഘടനയുടേതാണ് എന്നുള്ളതൊക്കെ പഠിക്കാൻ കഴിയും. ഇതിലെന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എവിടെ നിർമ്മിച്ചതാണ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പഹൽഗാമിന് മുൻപ് ഇത്തരത്തിൽ ഡ്രോണുകൾ വന്നതുകൊണ്ട് തന്നെ കശ്മീരികൾ, അവിടുത്തെ NDTVയുടെ അടക്കം അവിടുത്തെ ലോക്കൽസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഹൽഗാം ആക്രമണത്തിൻ്റെ സമയത്തും ഇതുപോലെ ഡ്രോണുകൾ കണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ ആകാശത്ത് വലിയ ഈ പറയുന്ന പൂത്തിരി കത്തുന്നത് പോലെയായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഇട്ടത്. ആ സമയത്ത് നിരവധി ഈ പറയുന്ന നക്ഷത്രങ്ങൾ പോലെ വന്ന് തമ്മിൽ കൂട്ടിമുട്ടി ഇല്ലാതാകുന്നതിനെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ആ വീഡിയോകളും ഒക്കെ ജാംനഗറിലും അവിടെ ഇവിടെയും ഓരോരോ നഗരങ്ങൾ, അതിർത്തിയോട് ചേർന്നുള്ള നഗരങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൻ്റെ വീഡിയോയൊക്കെ കണ്ടിരുന്നതാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിലാണോ പാകിസ്ഥാൻ, ഇല്ലെങ്കിൽ അവിടുത്തെ ഭീകരർ എന്നുള്ളൊരു സംശയം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറയുകയും ചെയ്തു, മസൂദ് അസർ 1000-ലേറെ ചാവേറുകളെ സജ്ജമാക്കിയിരിക്കുന്നു എന്ന് അയാൾ അവകാശവാദം പറയുന്നുണ്ട്. അത് അയാളുടെ ഒരു വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയുന്നതാണോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതല്ല, ഇയാൾ പറഞ്ഞിരിക്കുന്നതിൽ കാര്യമുണ്ട്, ഇയാൾ ഈ ഭീകരരെ അയക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. അതിൻ്റെ വസ്തുതകൾ ഈ സുരക്ഷാ ഏജൻസികളെല്ലാം തന്നെ അന്വേഷിക്കുന്നുമുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഭീതി മണക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അൽഫല യൂണിവേഴ്സിറ്റിക്കെതിരെ കൂടുതൽ നടപടിയെടുത്തിരുന്നു എന്നുള്ളത്. തദ്ദേശീയമായിട്ട് ഇപ്പോൾ നുഴഞ്ഞു കയറി വന്ന് ആക്രമണം നടത്തുന്നതിനേക്കാൾ ഇന്ത്യക്കകത്ത് തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്താനുള്ള ചില നീക്കങ്ങൾ
ഇവർ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ ISISനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് അൽഫലയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിനകത്ത് ഉള്ള ഭീകരർക്ക് ആയുധങ്ങൾ കൈമാറാൻ അല്ലെങ്കിൽ പണം കൈമാറാൻ വേണ്ടിയിട്ടായിരിക്കണം ഡ്രോണുകൾ വന്നത് എന്നുള്ളതിനെ വിലയിരുത്താൻ കഴിയും. അതിനെയാണ് നമ്മൾ തടഞ്ഞത്, ചെറുത്ത് തോൽപ്പിച്ചത്, എല്ലാം ഇല്ലാതാക്കിയത്. എങ്കിലും സൈന്യം വളരെ വിജിലൻ്റ് ആയിട്ട് ഈ പറയുന്ന അതിർത്തി മേഖലയിൽ നിൽക്കുകയും അവിടെ സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ വലിയ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും ബോധമുണ്ട്. എങ്കിലും ഉടനെ ഒരെണ്ണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. കാരണം ഭീകരർ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഭീകര സംഘടനകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഭീകരർ വലിയ തോതിൽ ആ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ വെളിയിൽ വരാതിരിക്കാനും അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ക്രൈസിസും നാണക്കേടുകളും ഒക്കെ മറയ്ക്കാനും ഒക്കെ ആയിട്ട് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാക്കാൻ, അതായത് ഇന്ത്യ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തായി ഉയർന്നുകൊണ്ടിരിക്കുന്നു, സൈനിക ശക്തിയിലൊക്കെ പല രാജ്യങ്ങളെയും പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുമ്പോൾ പാകിസ്ഥാൻ ഇത് കണ്ടിട്ട് സഹിക്കാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ആ അവസ്ഥയിൽ നിന്നിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം നടത്തുന്നത്. അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങളെ എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന ആദ്യം ഡ്രോണുകൾ വരുന്നു, പിന്നീട് ഭീകരർ നുഴഞ്ഞു കയറാനുള്ള സാധ്യത ഉണ്ടാകുന്നു, അപ്പോൾ അതിനുശേഷം ആക്രമണം നടത്തുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ഈ പഹൽഗാമിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ, അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണോ പാകിസ്ഥാൻ നടത്തുന്നതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു ഡ്രോണ് സംഭ എന്ന് പറയുന്ന മേഖലയിലാണ് ആയുധം നിക്ഷേപിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയുധം എന്താണെന്നറിയില്ല, തോക്കുകളാണോ മെഷീൻ ഗണ്ണാണോ, AK-47 ക്യാരി ചെയ്യുന്ന ഡ്രോണുകളുണ്ട്. മുൻപ് ഇത്തരത്തിൽ പിസ്റ്റളുകൾ, ചെറിയ തോക്കുകളൊക്കെ കിട്ടിയതായിട്ടും ഈ ഡ്രോണുകൾ നിക്ഷേപിച്ചതായിട്ടും അത് കണ്ടെടുക്കുകയൊക്കെ ചെയ്തതായിട്ട് സൈന്യത്തിന് വിവരമുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു ഭീതി ഇപ്പോൾ കാശ്മീരിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഒരു ദിവസം NIAയുടെയൊക്കെ ആസ്ഥാനത്തിനടുത്തായിട്ട് ഒരു ടെലസ്കോപ്പ്, ഒരു കുട്ടി കളിക്കുന്നതിനിടയിൽ ഒരു ചവറുകുനയിൽ നിന്ന് ഒരു ടെലസ്കോപ്പ് കിട്ടി. അതായത് സ്നൈപ്പറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ഒരു ആയുധത്തിൻ്റെ ഭാഗമാണ്, തോക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആയുധങ്ങൾ ഇല്ലെങ്കിൽ ആയുധത്തിൻ്റെ സാന്നിധ്യം, ഡ്രോണുകളുടെ സാന്നിധ്യം, ഈ ഡ്രോണുകൾ കൊണ്ടുവന്നിടുന്ന മയക്കുമരുന്നിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ സാന്നിധ്യം കശ്മീരിലുണ്ട്. അപ്പോൾ കശ്മീരിലെ പാകിസ്ഥാനും ഈ ഭീകര സംഘടനകളും അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ ദിവസം വരുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ LOCക്ക് സമീപത്തായിട്ട് വീണ്ടും ഭീകര ക്യാമ്പുകൾ ആക്റ്റീവ് ആയതിനെ പറ്റിയിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യ ഒരു മാർദ്ദവവും ഇല്ലാതെ, ഒരു ദയവും ഇല്ലാതെ അടിക്കുമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇവിടെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ജാഗ്രത പാലിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ ഏജൻസികൾ അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പ്രശ്നത്തിന് ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ, ഇല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഏജൻസികൾക്ക് ഇല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുക എന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളത്. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രവണതകൾ രാജ്യത്തിനകത്തുണ്ടാകുന്ന പറയും. ഇപ്പം നമുക്കറിയാം അൽഫല യൂണിവേഴ്സിറ്റിയിൽ വൈറ്റ് കോളർ ടെററിസമാണ് ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ സമീപത്തുള്ള ആൾക്കാർ ഇത്തരം ഭീകര സ്വഭാവമുള്ളവരുണ്ടോ, അവരുടെ നീക്കങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്തായാലും അത് മിക്കവാറും ഇന്ത്യൻ പൗരന്മാരെല്ലാം തന്നെ നിർവഹിക്കാറുമുണ്ട്. പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ പ്രകോപനമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. വീണ്ടും ഒരു പഹൽഗാം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നു. ഡ്രോണുകൾ വരുന്നു പാകിസ്ഥാനിൽ നിന്ന്. ഈ ഡ്രോണുകളിൽ ആയുധങ്ങൾ വരുന്നുണ്ട്, പണം വരുന്നുണ്ട്, മയക്കുമരുന്ന് വരുന്നുണ്ട്. എന്തായാലും ഒരു ഭീതിയുടെ അന്തരീക്ഷം വീണ്ടും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം നമുക്ക് ആ ഭീതിയോടുകൂടി നമ്മളെ ഉറങ്ങാൻ അനുവദിക്കില്ല. അവർ ആ ഭീതി അവസാനിപ്പിക്കും, അതിൽ യാതൊരു ദയവുമില്ല. പക്ഷേ പാകിസ്ഥാൻ ഒരുങ്ങുന്നത് വീണ്ടും ഒരു ആക്രമണത്തിനാണോ, ഭീകരർ ഒരുങ്ങുന്നത് വീണ്ടും ഒരു ആക്രമണത്തിനാണോ എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നു.